നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയാക്ടിൽ അങ്ങനെയാണ് ടെസ്റ്റിംഗ് ലൈബ്രറി, അതായത് വി ടെസ്റ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താണ് ടെസ്റ്റിംഗ് നോക്കാം. ടെസ്റ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇവ നമുക്ക് എന്തെങ്കിലും ഒരു ഫീച്ചർ ഡെവലപ്പ് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ അതിന്റെ കംപ്ലീറ്റ് കോഡ് എഴുതിയിട്ട് അതിന്റെ സിൻടാക്സ് വൈസ് ലോജിക്കൽ വൈസ് ഒക്കെ ഫസ്റ്റ് നമ്മൾ ഡെവലപ്പേഴ്സ് തന്നെ ടെസ്റ്റ് ചെയ്യും. വൺസ് ഈ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഡ് കമ്മിറ്റ് ചെയ്യും. നമ്മുടെ പ്രൊജക്റ്റിലെ ഇതൊരു ടെസ്റ്റിംഗ് റിസോഴ്സിന് നമ്മുടെ പ്രൊജക്ട് മാനേജർ ഈ ഒരു ടാസ്ക് അസൈൻ ചെയ്യും. അവർ അഗെയിൻ ഈ ഒരു കംപ്ലീറ്റ് മോഡ്യൂൾ ടെസ്റ്റ് ചെയ്യും അല്ലെ. ഈ ടെസ്റ്റിങ്ങിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് മാനുവൽ ടെസ്റ്റിങ്ങും രണ്ടാമത്തത് ഓട്ടോമേറ്റഡ് ടെസ്റ്റിങ്ങും. മാനുവൽ ടെസ്റ്റിംഗ് സിനാരിയോ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. അതായത് നമ്മളിപ്പോ ഡെവലപ്പേഴ്സ് ഈ ചെയ്തിരിക്കുന്ന കോഡ് ഏതെങ്കിലും ഒരു ടെസ്റ്ററിന് അസൈൻ ചെയ്യുമ്പോൾ അവര് ആ ഒരു മോഡ്യൂൾ അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ കംപ്ലീറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യും. അപ്പൊ അതിന്റെ ഇതെന്താന്ന് ചോദിച്ചാൽ, അപ്പൊ അതിന്റെ ഡ്രോബാക്ക് എന്താന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഒരു എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന ഒരു മോഡ്യൂളിലേക്ക് ഒരു ചെറിയൊരു ഫീച്ചർ ആണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വിചാരിച്ചു. അതായത് നമ്മുടെ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. അവിടെ നമ്മൾ കസ്റ്റമറിന് ഇൻവോയ്സസ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരു നരേഷൻ ഫീൽഡും കൂടെ ആഡ് ചെയ്തു. ഈ നരേഷൻ നമ്മുടെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യണം. അത് കഴിഞ്ഞ് റീട്രൈവ് ചെയ്ത് ഷോ ചെയ്യണം. അപ്പോൾ സ്റ്റോർ ചെയ്യണം, റീട്രൈവ് ചെയ്യണം, ഷോ ചെയ്യണം. ഇത് ഒരു ജസ്റ്റ് ഒരു നരേഷൻ ഫീൽഡാണ് നമ്മൾ ഈ ഒരു ബില്ലിംഗ് മോഡ്യൂളിൽ കൊണ്ടുവന്നത്. ഇനി ഇവിടെ ഒരു ടെസ്റ്റർ എന്താ ചെയ്യേണ്ടത്? അവർ ഈ നരേഷൻ മാത്രം ടെസ്റ്റ് ചെയ്താൽ മതിയോ? ഇല്ല, അവർ ഈ ഒരു എൻ്റർ ബില്ലിംഗ് മോഡ്യൂൾ ടെസ്റ്റ് ചെയ്യണം. അതായത് ഫസ്റ്റ് അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു നരേഷൻ ഫീൽഡിലാണെങ്കിലും ഈ നരേഷൻ കൊണ്ടുവന്നത് കൊണ്ട് ഈ എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന മോഡ്യൂളിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടോ എന്ന് അറിയണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവർ എൻ്റർ ബില്ലിംഗ് മോഡ്യൂൾ ടെസ്റ്റ് ചെയ്യണം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ഫീച്ചറും കൂടി ഈ ബില്ലിംഗ് മോഡ്യൂളിൽ വന്നെന്ന് വിചാരിച്ചു. പിന്നെയും അവരെന്ത് ചെയ്യണം? ഈ ഒരു എൻ്റർ മോഡ്യൂൾ ടെസ്റ്റ് ചെയ്യണം. അപ്പോ എപ്പോഴൊക്കെ ഈ ഒരു പുതിയ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ ചേഞ്ചസോ ഈ മോഡ്യൂളിൽ വരുന്നോ അപ്പോഴെല്ലാം ഇവർ ഈ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അതുപോലെ ഇപ്പൊ ഈ മോഡ്യൂളിൽ എന്തെങ്കിലും ഒരു ഡിപ്പെൻഡൻസി മോഡ്യൂൾസ് ഉണ്ടെന്ന് വിചാരിച്ചു, അതായത് എന്തെങ്കിലും റിപ്പോർട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരുന്ന ചേഞ്ചസ് കൊണ്ട് ടെസ്റ്റേഴ്സ് അവിടെയും പോയിട്ട് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ എപ്പോഴും ടെസ്റ്റേഴ്സിനാണെങ്കിലും ഡെവലപ്പേഴ്സിനാണെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്കൊരു ടൈം അലോട്ട് ചെയ്തിട്ടുണ്ടാവും. അവർ ആ ടൈമിന്റെ ഉള്ളിൽ ഈ ഒരു ഡെവലപ്മെന്റും ടെസ്റ്റിങ്ങും കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ വരുന്ന ഇഷ്യൂ എന്താ? അവര് ഫോക്കസ് ചെയ്യുന്നത് ഈ പുതിയ ഫീച്ചറിലായിരിക്കും. ഈ ഒരു ഫീച്ചർ കൊണ്ട് വന്നിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഈ മോഡ്യൂളിൽ ഉണ്ടെങ്കിൽ അവർ ചിലപ്പം ടൈം ഇല്ലാത്തത് കൊണ്ട് അത് ടെസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി, അത് ഐഡന്റിഫൈ ചെയ്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടി വിട്ടുപോകും. ഇത് കസ്റ്റമറിന്റെ അടുത്ത് എത്തും, അവർ ഈ ഇഷ്യൂ കാണും, എസ്കലേഷൻ വരും. പിന്നെ വരുന്ന ഇഷ്യൂസ് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ ഒരു ഡ്രോബാക്സ്, അപ്പൊ ഈ ടൈം കൺസ്യൂമിങ്, ഈ ഒരു റിപ്പീറ്റേറ്റീവ് ടാസ്ക്, ഹ്യൂമൻ എറേഴ്സ്, ഇതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ഉള്ളത്. അപ്പോൾ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് കോഡ് എഴുതിയല്ലോ, അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും നമ്മൾ ഒരു സെറ്റ് ഓഫ് കോഡ് എഴുതും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ് അല്ലേ? നമ്മൾ ഈ ഒരു ഫീച്ചറിന് വേണ്ടിയിട്ട് എഴുതുന്ന അതേ ടൈം തന്നെ നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടി കോഡ് എഴുതാനും വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അത് ടൈം വേസ്റ്റ് പ്രോസസ് അല്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം അതിന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അതായത് ഒരു മോഡ്യൂൾ ജനറേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ടെസ്റ്റിംഗ് സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ ടെസ്റ്റിംഗ് കോഡും കൂടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യവും ഈ എൻ്റർ ടെസ്റ്റിംഗ് നമ്മളും ടെസ്റ്റേഴ്സും ചെയ്യേണ്ട വരില്ല. അതിന് പകരം ഒരു 3-4 ദിവസം എടുത്തിട്ട് ചെയ്യുന്ന ടെസ്റ്റിംഗ് 10-15 മിനിറ്റ് കൊണ്ട് ഈ ഒരു സിസ്റ്റം തന്നെ കമ്പ്യൂട്ടറിൽ തന്നെ ഈ ഒരു കോഡ് റൺ ചെയ്ത് നമുക്ക് കൺഫേം ചെയ്യാം. അപ്പോൾ ഈ റിപ്പീറ്റേഷൻ ഒഴിവാക്കാം, ടൈം സേവ് ചെയ്യാം. അതുപോലെ തന്നെ ഹ്യൂമൻ എറേഴ്സിനെ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഫിക്സ് ചെയ്യാം. ഡെഫിനറ്റ് ആയിട്ട് നമുക്കൊരു കോൺഫിഡൻസ് വരുന്നത് ഏത് ടെസ്റ്റിംഗ് ആയിരിക്കും? ഈ ഒരു ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ആയിരിക്കും അല്ലെ. അപ്പോൾ റിയാക്ടിൽ എങ്ങനെയാണ് ഈ ഒരു ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ലൈബ്രറീസ് അവൈലബിൾ ആണ്. അതായത് ജാവാസ്ക്രിപ്റ്റിന്റെ ജസ്റ്റ് ലൈബ്രറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ പ്രൊജക്ട് ഇപ്പൊ ക്രിയേറ്റ് ചെയ്യുന്നത് വീട്ടിലായതുകൊണ്ട് നമ്മൾ വീട്ടിന്റെ ടെസ്റ്റിംഗ് ഫ്രെയിംവർക്ക് വി ടെസ്റ്റും അതുപോലെ തന്നെ റിയാക്ടിന്റെ ടെസ്റ്റിംഗ് ലൈബ്രറി റിയാക്ട് ടെസ്റ്റിംഗ് ലൈബ്രറിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ടെസ്റ്റ് കേസസ് എഴുതി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് കേട്ടിട്ടുണ്ടാവില്ലേ? അതിൽ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് യൂണിറ്റ് ടെസ്റ്റിംഗ് ആണ്. അതായത് ഓരോ ഇൻഡിവിജ്വൽ കോമ്പോണൻസും നമ്മൾ അതിന്റെ ഫംഗ്ഷനാലിറ്റി സെപ്പറേറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുവാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബേസിക് കോമ്പോണൻസ്, അതുപോലെ യൂസർ ഇന്ററാക്ഷൻസ് ഉള്ള കോമ്പോണൻസ്, API കോമ്പോണൻസ്, ഇതൊക്കെ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഈ ലൈക്സും കമന്റ്സും ഒക്കെയാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ തരുന്നത്.
ഈ പ്രൊജക്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബേസിക് റിയാക്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ക്രിയേറ്റ് വീറ്റഡ് ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞ വീറ്റ് കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പൊ അതിന്റെ അകത്ത് ഒരു സോഴ്സ് ഫോൾഡറിന്റെ അണ്ടറിൽ കോമ്പോണൻസ് ഫോൾഡറിന്റെ അണ്ടറിൽ രണ്ട് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രീറ്റിംഗ് കോമ്പോണന്റും ഒരു കൗണ്ടർ കോമ്പോണന്റും. ഇതിൽ ഫസ്റ്റ് ഗ്രീറ്റിംഗ് കോമ്പോണന്റ് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ബേസിക് കോമ്പോണന്റ് ആണ്. app.jxc എന്നാണ് കോൾ ചെയ്യുന്നത്. ഇതിനൊരു പ്രോപ്പർട്ടി ഉണ്ട്. അത് നമുക്ക് മാൻഡേറ്ററി അല്ല, കൊടുക്കാം കൊടുക്കാതിരിക്കാം. അതായത് സപ്പോസ് ഈ നെയിം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഈ നെയിം പ്രോപ്പർട്ടി പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നെയിം ഹലോ നെയിം എന്ന് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഡീഫാൾട്ട് ആയിട്ട് ഹലോ അനു എന്നായിരിക്കും അവിടെ നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. ഫസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഗ്രീറ്റിംഗ് കോമ്പോണന്റ് ആണ്. ഈ ഒരു കോമ്പോണന്റ് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ യൂസർ ഇന്റർഫേസിൽ ഒന്നെങ്കിൽ ഹലോ അനു അല്ലെങ്കിൽ നെയിം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹലോ സ്പേസ് നെയിം ആ കൊടുത്തിരിക്കുന്ന നെയിം വരും. ഈ ഒരു ബേസിക് കോമ്പോണന്റ് ആണ് ഫസ്റ്റ് നമ്മൾ ടെസ്റ്റ് കേസ് എഴുതി റൺ ചെയ്യാൻ പോകുന്നത്. ഇനി രണ്ടാമത്തെ കോമ്പോണന്റ് കൗണ്ടർ കോമ്പോണന്റ് ആണ്. ഇതിന്റെ അകത്ത് ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ബട്ടൺ ഉണ്ട്, ഇൻക്രിമെന്റ് ബട്ടണും ഡിക്രിമെന്റ് ബട്ടണും. ഇൻക്രിമെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കൗണ്ട് സ്റ്റേറ്റ് പ്രോപ്പർട്ടി ഇൻക്രിമെന്റ് ഡിസ്പ്ലേയും, അതുപോലെ തന്നെ ഡിക്രിമെന്റ് ആകുമ്പോൾ റിവേഴ്സ് ഡിക്രിമെന്റ് ചെയ്യും. ഇത് രണ്ടും ഒരു സെയിം കോമ്പോണന്റ് സ്റ്റേറ്റ് പ്രോപ്പർട്ടിന്റെ മേലെയാണ് കൗണ്ട്. നമ്മുടെ യൂസർ ഇന്റർഫേസിൽ കൗണ്ടും ബട്ടൺസും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കോമ്പോണന്റിനാണ് ഞാൻ ഇന്ന് ടെസ്റ്റ് കേസ് എഴുതാൻ പോകുന്നത്. ഇനി API എങ്ങനെ എഴുതുന്നതെന്ന് ഇന്നത്തെ വീഡിയോന്റെ റെസ്പോൺസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ലൈക്സിനെയും കമന്റ്സിനെയും ഒക്കെ ബേസ് ചെയ്തിട്ട് വ്യൂസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഈ വി ടെസ്റ്റും അതുപോലെ റിയാക്ട് ടെസ്റ്റിംഗ് ലൈബ്രറിയും ഇൻസ്റ്റാൾ ചെയ്യാം ഈ പ്രൊജക്റ്റില്. അപ്പൊ അതിന്റെ കമാൻഡ് ഇതാണ് കേട്ടോ. ആദ്യം നമ്മൾ ഡെവലപ്മെന്റ് ഡിപെൻഡൻസി ആയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. വി ടെസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, റിയാക്ട് ടെസ്റ്റിംഗ് ലൈബ്രറി ടെസ്റ്റിംഗ് ലൈബ്രറി, ജസ്റ്റ് ഡോം, ടെസ്റ്റിംഗ് ലൈബ്രറി, യൂസർ ഇവന്റ്, മൂന്നും ഈ ഒരു റിയാക്ട് ടെസ്റ്റിംഗ് ലൈബ്രറിന്റെ പാർട്ടാണ്. ഈ മൂന്ന് ലൈബ്രറിയും ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ package.json ഫയലിൽ ഡെവ് ഡിപെൻഡൻസിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടെസ്റ്റ് ലൈബ്രറീസ് വി ടെസ്റ്റ് എല്ലാം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്യുവാണ്. അപ്പൊ നമുക്ക് വീറ്റിന്റെ കോൺഫിഗറേഷൻ ഫയൽ ഇല്ലേ, ഈ ഫയൽ ഉള്ള പോലെ തന്നെ നമുക്ക് വി ടെസ്റ്റിന്റെ ഒരു കോൺഫിഗറേഷൻ ഫയലും കൂടെ നമ്മുടെ പ്രൊജക്ടിന്റെ റൂട്ട് ഫോൾഡറിൽ ക്രിയേറ്റ് ചെയ്യണം. ഫയൽ നെയിം vtest.config.js ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇതിന്റെ അകത്ത് ഡിഫൈൻ കോൺഫിഗ് എന്ന് പറഞ്ഞ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന ഫംഗ്ഷനെ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യണം. ഫ്രം ഡിഫൈൻ കോൺഫിഗ്. ഇനി ഒരു ഫംഗ്ഷനെ എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ഡിഫാൾട്ട് ഡിഫൈൻ കോൺഫിഗ്. ഇനി ഇതിൽ പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ടെസ്റ്റ്, ഇതിൽ ഫസ്റ്റ് എൻവിറോൺമെന്റ് സെറ്റ് ചെയ്യുക. JS DOM ആണ്. അതിന് ഗ്ലോബൽ ട്രൂ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ കോൺഫിഗറേഷൻ ഫയലിൽ നമുക്ക് ഇത്രേ ചെയ്യാനുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഈ ഗ്രീറ്റിംഗ് കോമ്പോണന്റ് ആണ് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലോസ് ചെയ്യുവാണ് കേട്ടോ. ഇനി നമ്മൾ കോമ്പോണന്റ് ഫോൾഡറിന്റെ അണ്ടറിൽ തന്നെ ഇതിനെ കോമ്പോണന്റിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഇൻഡിവിജ്വൽ കോമ്പോണന്റ്സിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ടെസ്റ്റ് ഫയൽ എഴുതിയിട്ടാണ് റൺ ചെയ്യുന്നത്. സോ ഞാൻ ഓരോ കോമ്പോണന്റിനും സെപ്പറേറ്റ് ആയിട്ട് ടെസ്റ്റ് ഫയൽ എഴുതുവാണ്. ഫസ്റ്റ് ഗ്രീറ്റിംഗ് അല്ലെ, അതിന് നിങ്ങൾക്ക് എന്ത് നെയിം വേണമെങ്കിലും കൊടുക്കാം. കോമൺ ആയിട്ടുള്ള നെയിമിംഗ് കൺവെൻഷൻസ് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് നമ്മൾ കോമ്പോണന്റിന്റെ നെയിം കൊടുക്കും, .test.jxs ഇതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഫസ്റ്റ് നമുക്ക് ടെസ്റ്റിംഗ് ലൈബ്രറിന്ന് ഒരു റെൻഡറും സ്ക്രീൻ കോമ്പോണന്റും, അതായത് നമുക്ക് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ടും ഡോം എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ള രണ്ട് ബിൽറ്റ് ഇൻ റിയാക്ട് ടെസ്റ്റിംഗ് ലൈബ്രറി പ്രൊവൈഡ് ചെയ്യുന്ന കോമ്പോണൻസ് ആണ്, ഫംഗ്ഷൻസ് ആണ്. ഇതിനെ രണ്ടിനെയും ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുക, റെൻഡറും സ്ക്രീനും. നെക്സ്റ്റ് നമ്മൾ ഗ്രീറ്റിംഗ് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, അതിനെ ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമ്മൾ VT-ന്ന് നമുക്ക് 3 ഫംഗ്ഷൻസിന്റെ ആവശ്യമുണ്ട്. അത് എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്കിപ്പോ ജസ്റ്റോ അല്ലെങ്കിൽ റിയാക്ട് ടെസ്റ്റിംഗ് ലൈബ്രറി ഒക്കെ നേരത്തെ യൂസ് ചെയ്തവർക്ക് അറിയായിരിക്കും ഈ 3 ഫംഗ്ഷൻസ്. അതായത് ഡിസ്ക്രൈബ്, ഇറ്റ്, എക്സ്പെക്ട് നമുക്ക് എത്തുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഈ ഫംഗ്ഷൻസിനെ ഇമ്പോർട്ട് ചെയ്യാം. ഫൈനലി ജസ്റ്റ് ഡോമിനെയും കൂടെ ഇമ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇത്രയും ഫംഗ്ഷൻസ് ആണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ടെസ്റ്റ് കേസസ് എഴുതാം.
ഇനി നമ്മൾ അഗൈൻ ഈ ഒരു കോമ്പോണന്റിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്ലെയിൻ കോമ്പോണന്റ് ആണ്. ഇവിടെ നമുക്ക് രണ്ട് കേസാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരിക. അതായത് റൺ ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, ഈ ഒരു നെയിം പ്രോപ്പർട്ടി നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹലോ അനു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ഇന്റർഫേസിൽ വരണം, UI വരണം. അല്ലാന്നുണ്ടെങ്കിൽ നെയിം പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ ഒരു നെയിം പ്രോപ്പർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ഹലോ, ഇപ്പം അമൽഡ എന്ന നെയിം കൊടുക്കുന്നെങ്കിൽ ഹലോ അമൽഡ എന്ന് പറഞ്ഞു വരണം. അപ്പൊ നമുക്ക് ഈ രണ്ട് ടെസ്റ്റ് കേസസ് ആണ് എഴുതാനുള്ളത്. ഇനി എങ്ങനെയാ ടെസ്റ്റ് കേസസ് എഴുതുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഡിസ്ക്രൈബ് ഫംഗ്ഷൻ, ഡിസ്ക്രൈബിന്റെ ഉള്ളിൽ ഇതൊരു കണ്ടെയ്നർ പോലെയാണ്. ഇതിന്റെ അകത്ത് ഈ ഒരു കോമ്പോണന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടെസ്റ്റ് കേസസും നമ്മൾ ഈ ഒരു ഡിസ്ക്രൈബിന്റെ ഉള്ളിലാണ് എഴുതുന്നത്. ഇനി രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് പാരാമീറ്റർ സ്ട്രിംഗ് ആണ്, അതായത് നമ്മൾ എഴുതാൻ പോകുന്ന ആ ഒരു എല്ലാ ടെസ്റ്റ് കോമ്പോണന്റ്സിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അപ്പൊ നമുക്കിവിടെ ഗ്രീറ്റിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാട്ടോ ഇവിടെയൊക്കെ. അതായത് ഒരു ബേസിക് ടെസ്റ്റ് കേസസിന്റെ ഒരു ഡെഫിനിഷൻ പോലെ. രണ്ടാമത്തത് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ടെയ്നർ ആണ്. ഇതിന്റെ അകത്താണ് നമ്മൾ ഇതിനകത്ത് വരാൻ ചാൻസസ് ഉള്ള എല്ലാ ടെസ്റ്റ് കേസസിനെയും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇനി ടെസ്റ്റ് കേസ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ റിയാക്ട് ടെസ്റ്റിംഗ് ലൈബ്രറി ഒക്കെ യൂസ് ചെയ്തവർക്ക് ഈ ഒരു ഫംഗ്ഷൻസ് എല്ലാം നേരത്തെ അറിയായിരിക്കും. എഗെയിൻ ഈ ഒരു ഇറ്റ് ഫംഗ്ഷൻസിന്റെ ഉള്ളിലും രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് പാരാമീറ്റർ സ്ട്രിംഗ് ആണ്. നമ്മൾ എഴുതാൻ പോകുന്ന ടെസ്റ്റ് കേസിന്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെയാണ് കൊടുക്കുന്നത്. എഗെയിൻ കോൾ ബാക്ക് ഫംഗ്ഷന്റെ ഉള്ളിലാണ് നമ്മൾ കോമ്പോണന്റ് റെൻഡർ ചെയ്യുന്നതും എക്സ്പെക്റ്റഡ് റിസൾട്ടിനെ കൊടുക്കുന്നതും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു രണ്ട് കേസാണുള്ളതെന്ന്. ഇപ്പൊ ഫസ്റ്റ് കേസ് എന്താ വരിക, നമുക്ക് ഈ ഒരു ഡിഫാൾട്ട് പാരാമീറ്ററിനെ ബേസ് ചെയ്തിട്ട് ഈ കോമ്പോണന്റ് റെൻഡർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നെയിമിനെ ബേസ് ചെയ്തിട്ട് റെൻഡർ ചെയ്യണം. അപ്പൊ ഞാൻ ഫസ്റ്റ് ടെസ്റ്റ് കേസ് റെൻഡർ വിത്ത് ഡിഫാൾട്ട് ടെക്സ്റ്റ് എന്നാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് അഗൈൻ കോൾ ബാക്ക് ഫംഗ്ഷൻ എഴുതുക. അഗൈൻ നമ്മൾ കോൾ ബാക്ക് ഫംഗ്ഷൻ എഴുതുക. ഇതിന്റെ അകത്ത് നമ്മൾ റെൻഡർ ഫംഗ്ഷനെ ഇമ്പോർട്ട് ചെയ്തിട്ടില്ലേ ടെസ്റ്റിംഗ് ലൈബ്രറിന്ന്, നമ്മുടെ ഈ ഗ്രീറ്റിംഗ് കോമ്പോണന്റിനെ ഫസ്റ്റ് റെൻഡർ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എക്സ്പെക്റ്റഡ് റിസൾട്ട്, അതായത് ഇത് റൺ ചെയ്യുന്ന സമയത്ത് എന്താണോ നമുക്ക് ഔട്ട്പുട്ടിൽ വരേണ്ടത്, മീൻസ് ടെസ്റ്റ് ചെയ്യേണ്ടത്, അതിനെ എഴുതി കൊടുക്കുക. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ ഫസ്റ്റ് വിത്തൗട്ട് നെയിം ആണ്. അപ്പൊ നമുക്ക് എന്താ വരേണ്ടത്, ഹലോ അനു എന്ന് വരണല്ലേ. അപ്പൊ നമുക്ക് ഇനി രണ്ടാമത്തത് സ്ക്രീൻ മെത്തേഡ് എടുത്തിട്ടില്ലേ, ഒബ്ജക്റ്റ് എടുത്തിട്ടില്ലേ, ഈ സ്ക്രീൻ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡോമിനെ ആക്സസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ റിയാക്ടിന്റെ ടെസ്റ്റിംഗ് ലൈബ്രറി പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഗെറ്റ് ബൈ ടെക്സ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ ക്വറി യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാം. അതായത് ഗെറ്റ് ബൈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ഇന്റർഫേസിൽ ആ ഈ ഒരു ടെക്സ്റ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതായത് ഈ ഒരു കോമ്പോണന്റിലെ ഈ ഒരു എലമെന്റ് ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ അഷുർ ആയിരിക്കുന്ന കേസിൽ നമുക്ക് ഗെറ്റ് ബൈ ടെക്സ്റ്റ് യൂസ് ചെയ്യാം. ഇനി ക്വറി ആണെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് അല്ല, ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു എലമെന്റ് എക്സിസ്റ്റിംഗ് അല്ല എന്നുണ്ടെങ്കിൽ ഇവർ ഈ ഗെറ്റ് ബൈ ടെക്സ്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എറർ ആയിരിക്കും ത്രോൺ ചെയ്യുന്നത്. അല്ല നമ്മൾ ക്വറി മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നള്ളായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, നിങ്ങൾക്കൊരു എറർ കിട്ടില്ല. അപ്പൊ നിങ്ങളുടെ റിക്വയർമെന്റിനനുസരിച്ച് ചൂസ് ചെയ്യുക. ഈ ഒരു ഡോക്യുമെന്റ്സ് ഒന്ന് റീഡ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഗെറ്റ് ബൈ ടെക്സ്റ്റ് നമുക്ക് ഉണ്ടല്ലോ ഈ ഒരു എലമെന്റ്, അതുകൊണ്ട് ഗെറ്റ് ബൈ ടെക്സ്റ്റ് ആണ്. അതായത് ബേസിക്കലി നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ ഒരു ടെക്സ്റ്റ്, നമ്മുടെ യൂസർ ഇന്റർഫേസ് ഈ ഡോമിന്ന് ഈ ഒരു ടെക്സ്റ്റിനെയാണ് റീഡ് ചെയ്യാൻ പോകുന്നത്. ഗെറ്റ് ബൈ ടെക്സ്റ്റിന്റെ ഉള്ളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് പാസ് ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ ഇതൊന്ന് ഹലോ അനു എന്നൊരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലേ, ഇതായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പാസ് ചെയ്ത് കൊടുക്കുക. ഫൈനലി ടു ബി ഇൻ ദ ഡോക്യുമെന്റ് മെത്തേഡ്, അതായത് എക്സിസ്റ്റിംഗ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പൊ ഇത്രയാണ് ഒരു ബേസിക് ഒരു ടെസ്റ്റ് കേസ് എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് ഇത്രയും മെത്തേഡ്സ് മതി. അതായത് ഡിസ്ക്രൈബർ മെത്തേഡ്സിന്റെ ഉള്ളിൽ ഇത് ഞാൻ പറഞ്ഞു കണ്ടെയ്നർ ആണെന്ന്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് കേസസ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മളൊരു ഡിസ്ക്രിപ്ഷനും കോൾ ബാക്ക് ഫംഗ്ഷനും കൊടുക്കുക, അതിന്റെ അകത്ത് ഓരോ ടെസ്റ്റ് കേസസ് ആയിട്ട് കൊടുക്കുക. ഇനി ടെസ്റ്റ് കേസിന്റെ ഡിസ്ക്രിപ്ഷനും അതിന്റെ എക്സ്പെക്റ്റഡ് റിസൾട്ട് നമ്മൾ കോൾ ബാക്ക് ഫംഗ്ഷന്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഈ ടെസ്റ്റ് കേസ് റൺ ചെയ്യാം. അതിന് npx vtest
ഇവിടെ കണ്ടില്ലേ, നമ്മൾ ആ ടെസ്റ്റ് പാസ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ സ്ക്രീനിൽ വരുന്നതും നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന എക്സ്പെക്റ്റഡ് റിസൾട്ടും മാച്ച് ആയി. കാരണം നമ്മൾ ഇവിടെ ഒരു നെയിം പ്രോപ്പർട്ടിയും പാസ് ചെയ്യാത്തത് കൊണ്ട് ഡീഫാൾട്ട് ആയിട്ട് ഹലോ അനു ആണ് നമ്മൾ ഈ കോമ്പോണന്റിൽ കൊടുത്തിരിക്കുന്നത്. ഹലോ അനു ആണ് ഈ കോമ്പോണന്റിൽ കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടും പാസ് ചെയ്തത്. ഇനി നിങ്ങൾ എക്സ്പെക്റ്റഡ് റിസൾട്ടിന്റെ കൂടെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ടെക്സ്റ്റ് പാസ് ചെയ്തിട്ട് നോക്കുവാണെങ്കിൽ എഗെയിൻ ഈ ടെസ്റ്റ് കേസ് റണ്ണായി. ഇത് ഫെയിൽ ആയി. കാരണം ഇവിടെ ഹലോ അനു ഈ ഒരു എന്നുള്ളത് ഇവിടെ ഒരു എറർ ട്രിഗർ ചെയ്തത് കണ്ടോ, അത് ടെസ്റ്റ് കേസ് ഫെയിൽ ആയിട്ടുണ്ട്. ഫെയിൽ ആയിരിക്കുന്ന ലൈൻ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണിക്കാം. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ടെസ്റ്റ് മനസ്സിലായില്ലേ? ഇനി ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇപ്പൊ നമ്മൾ വിത്തൗട്ട് ഒരു ഡിഫോൾട്ട് ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് കേസ് അല്ലേ എഴുതിയത്. ഇനി നമ്മളൊരു നെയിം പ്രോപ്പർട്ടി പാസ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ കോമ്പോണന്റിനെ റെൻഡർ ചെയ്യുന്ന സമയത്ത് നെയിം പ്രോപ്പർട്ടി എക്സിസ്റ്റിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആപ്പ് ഡോട്ട് ജെ എക്സിസ്റ്റിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു കോമ്പോണന്റ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ വരിക എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് എഗെയിൻ നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞു ഡിസ്ക്രൈബർ ഒരു കണ്ടെയ്നർ ആണ്, മൾട്ടിപ്പിൾ ടെസ്റ്റ് കേസസ് ഇതിന്റെ അകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാന്ന്. എഗെയിൻ ഇറ്റ് മെത്തേഡിനെ കോൾ ചെയ്യാം. ഇവിടെ എന്തായിരിക്കും, റെൻഡർ വിത്ത് പ്രൊവൈഡഡ് നെയിം, നെയിം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നെയിമിനെ ബേസ്, പ്രൊവൈഡഡ് നെയിം പ്രോപ്സ് എന്ന് പറയും. ഡിസ്ക്രിപ്ഷൻ ഒക്കെ നിങ്ങൾക്ക് മീനിങ് ഫുൾ ആയിട്ട് റിയൽ പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. എഗെയിൻ ഇതിനകത്ത് റെൻഡർ ചെയ്യാം. ഇവിടെ ഗ്രീറ്റിംഗ് കോമ്പോണന്റിനെ റെൻഡർ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ നെയിം പ്രോപ്പർട്ടി പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്ത് നെയിമായിട്ട് പാസ് ചെയ്യുന്നത് എലോരാന്ന് നെയിം പാസ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എക്സ്പെക്റ്റഡ് റിസൾട്ട് എഴുതണം. ഇനി എക്സ്പെക്റ്റിന്റെ അടുത്ത് എഗെയിൻ നമുക്ക് സ്ക്രീൻ ഒബ്ജക്റ്റിന്റെ അകത്ത് ഗെറ്റ് ബൈ ടെക്സ്റ്റ് സെയിം തന്നെ കേട്ടോ. ഇവിടെ ഗെറ്റ് ബൈ ടെക്സ്റ്റിൽ നമ്മൾ നേരത്തെ കൊടുത്തത് ഹലോ അനു ആയിരുന്നു അല്ലെ. ഇവിടെ നമുക്ക് എന്താ വരിക, നമ്മൾ എലോരയാണ് പാസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഹലോ എലോര ഇതായിരിക്കും നമുക്ക് ഇൻപുട്ട് ആയിട്ട് വരിക. അഗൈൻ എക്സ്ക്ലമേഷൻ മാർക്ക്. ടു ബി ഇൻ ദ ഡോക്യുമെന്റ്. അഗൈൻ നമുക്ക് പോയിട്ടൊന്ന് റൺ ചെയ്യാം. നമ്മൾ ഗെറ്റ് ബൈ ടെക്സ്റ്റിന് പകരം ഗെറ്റ് ബൈ ഓൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിനെ കോൾ ചെയ്തത്. സോറി, ഗെറ്റ് ബൈ ടെക്സ്റ്റ്. അതുപോലെ നമ്മൾ എക്സ്പെക്റ്റഡിനെ ക്ലോസ് ചെയ്ത് അതിന്റെ ഉള്ളിലാണ് ടു ബി ഇൻ ദ ഡോക്യുമെന്റ് മെത്തേഡിനെ കോൾ ചെയ്തത്. ഇതാണ് ഇതിന്റെ ബെനിഫിറ്റ്. ഇപ്പൊ കണ്ടില്ലേ, കറക്റ്റ് ആയിട്ട് നമുക്ക് എററിന്റെ ലൈനും ഡീറ്റെയിൽ ഒക്കെ പാസ് ചെയ്ത് തരും. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ രണ്ട് ടെസ്റ്റും പാസ് ആയിട്ടുണ്ട്, രണ്ട് ടെസ്റ്റ് കേസസ്. ഈ ഒരു കോമ്പോണന്റിൽ ഇത്രയേ ഉള്ളൂ. അതായത് നെയിം വരാം, നെയിം അല്ലെങ്കിൽ നെയിം വരാതിരുന്നാൽ ഡീഫാൾട്ടിനെ റെൻഡർ ചെയ്യണം. നമ്മൾ രണ്ട് ടെസ്റ്റ് കേസസും എഴുതിയില്ലേ. ഇനി നമുക്ക് ഈ ഗ്രീറ്റിംഗ് കോമ്പോണന്റിനെ ക്ലോസ് ചെയ്തിട്ട് ഇത് നമുക്ക് കൗണ്ടറിലേക്ക് വരാം. ഇവിടെ എന്തൊക്കെയാ വരിക, നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇൻക്രിമെന്റ് ആവുന്നുണ്ടോ എന്നും ചെക്ക് ചെയ്യണം. അതുപോലെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിക്രിമെന്റ് ആവുന്നുണ്ടോ എന്നും ചെക്ക് ചെയ്യണം. അങ്ങനെ രണ്ട് ടെസ്റ്റ് കേസസ് ആണ് എഴുതേണ്ടത്. എഗെയിൻ കോമ്പോണന്റിന്റെ അകത്ത് നമുക്ക് കൗണ്ടറിന്റെ ടെസ്റ്റ് ഫയൽ എഴുതാം. കൗണ്ടർ ഡോട്ട് ടെസ്റ്റ് ഡോട്ട് jxs. ഇനി ഇതിന്റെ അകത്ത് നമ്മൾ നേരത്തെ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ റിയാക്ടിന്റെ രണ്ട് ഒബ്ജക്റ്റ്, അതായത് സ്ക്രീനും അതുപോലെ തന്നെ റെൻഡറും, ഈ രണ്ട് ഒബ്ജക്റ്റ് വേണം. പിന്നെ നമ്മുടെ കൗണ്ടർ കോമ്പോണന്റ് അല്ലേ, കൗണ്ടർ കോമ്പോണന്റ്. പിന്നെ വി ടെസ്റ്റിന്റെ ഡിസ്ക്രൈബ് ഇറ്റ് എക്സ്പെക്ട് മെത്തേഡ്. ജസ്റ്റ് ഡോം. പിന്നെ ഇതിന്റെ കൂടെ റിയാക്ട്, ഈ കേസിൽ നമ്മൾ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഒരു യൂസർ ഇവന്റ് എന്ന് പറഞ്ഞ ഒരു ലൈബ്രറിയും കൂടെ ടെസ്റ്റിംഗ് ലൈബ്രറിന്റെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ, അതും നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഇവിടെ നമുക്കൊരു യൂസർ ഇന്ററാക്ഷൻ, ഒരു ബട്ടൺ ക്ലിക്ക് നടക്കുന്നുണ്ടല്ലേ. സോ ഞാൻ അതും യൂസർ ഇവന്റിനെയും കൂടെ ആക്സസ് ചെയ്യാണ്. യൂസർ ഇവന്റ് ഇത്രയും ലൈവ്. ഇന്ന് നേരത്തെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നതിന്റെ കൂടെ ഈ യൂസർ ഇവന്റ് ആണ് എക്സ്ട്രാ വന്നത്. ഇനി എഗെയിൻ നമ്മൾ ഡിസ്ക്രൈബ് മെത്തേഡിനെ കോൾ ചെയ്യാം. ഡിസ്ക്രൈബ്, ഇവിടെ കൗണ്ടർ കോമ്പോണന്റ് എന്നാണ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇതുവരെ സെയിം സ്റ്റെപ്പാണ്.
ഇനി നമ്മൾ കൗണ്ടർ കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന 3 ടെസ്റ്റ് കേസസ് എന്തൊക്കെയാ? ഒന്ന്, നമ്മൾ ഇനിഷ്യലി റെൻഡർ ചെയ്യുമ്പോൾ ഈ ഒരു കൗണ്ടിന്റെ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ വാല്യൂ. അതായത് യൂസ് സ്റ്റേറ്റിൽ ഡീഫാൾട്ട് വാല്യൂ ആയിട്ട് നമ്മൾ 0 ആണ് പാസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇൻക്രിമെന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കൗണ്ട് 1ലേക്ക് മാറണം. അഗെയിൻ ഡിക്രിമെന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കൗണ്ട് 0യിലേക്ക് മാറണം. ഈ 3 കേസാണല്ലോ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഞാൻ ഇറ്റ് റെൻഡർ വിത്ത് ഇനിഷ്യൽ വാല്യൂ 0 കേസ് അല്ലേ. ഇവിടെ നോർമൽ ആരോ ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ കൗണ്ടർ കോമ്പോണന്റിനെ റെൻഡർ ചെയ്യാം. എക്സ്പെക്ട് റിസൾട്ടിന് സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, അതായത് സ്ക്രീൻ ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് ബൈ ടെക്സ്റ്റില് ആ ടെക്സ്റ്റിൽ അവിടെ എന്തായിരിക്കും വരിക? നമ്മുടെ ക്യാപിറ്റൽ ആണ്, കൗണ്ടാണ്. കൗണ്ട് സ്പേസ് ഇട്ടിട്ട് നമുക്ക് 0 വരും. ഇനി എക്സ്പെക്ട് റിസൾട്ട് എഴുതി കൊടുക്കുക. നമുക്ക് ഇനിഷ്യലി ഈ ഒരു ഇത് റെൻഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ സ്ക്രീൻ ഡോട്ട് ഗെറ്റ് ബൈ ടെക്സ്റ്റിന്റെ അകത്ത് ഇവിടെ എന്തായിരിക്കും വരിക? നമുക്ക് ആകെ കൗണ്ട് 0, നമ്മൾ സ്റ്റാറ്റിക് കോളൻ സ്റ്റാറ്റിക് ആയിട്ട് എഴുതിയിരിക്കുന്നത്, ഇത് 0 ആയിരിക്കും വരിക. /i കൊടുക്കുക. ടു ബി ഇൻ ദി ഡോക്യുമെന്റ്. ഇനി രണ്ടാമത്തെ ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഇൻക്രിമെന്റ് ബട്ടന്റെ ക്ലിക്ക് ആണ് അല്ലെ. ഒരു ബട്ടൺ ക്ലിക്ക് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? അതൊരു അസിൻക്രണസ് ഫംഗ്ഷൻ ആയിരിക്കും. അതായത് ക്ലിക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണം, ആ ഒരു ഇത് ഇവന്റ് കംപ്ലീറ്റ് ആവുന്നത് വരെ. ഇനി ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പെക്ട് റിസൾട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു ബട്ടൺ ക്ലിക്കിനെ ബേസ് ചെയ്തിട്ട്, അല്ലെ. ആദ്യം നമ്മൾ ബട്ടണെ ആക്സസ് ചെയ്യണം. ആ ആക്സസ് ചെയ്തതിനെ കറന്റ് ടെസ്റ്റിനെയും കൂടെ ബേസ് ചെയ്തിട്ടാണ്. സോ നമുക്ക് ആദ്യം ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു ഇൻക്രിമെന്റ് ബട്ടണെ ആക്സസ് ചെയ്യാം. ഈക്വൽ ടു നമ്മളിപ്പോ എടുത്ത പോലെ തന്നെ സ്ക്രീൻ ഒബ്ജക്റ്റ് ത്രൂ ആണ്. സ്ക്രീൻ ഡോട്ട് ഗെറ്റ് ബൈ ടെക്സ്റ്റ്, ബട്ടന്റെ ടെക്സ്റ്റ് എന്താണോ അത് കൊടുക്കുക. നമ്മളിവിടെ ഇൻക്രിമെന്റ് എന്നല്ല കൊടുത്തിരിക്കുന്നത്, ടെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ്, ഇതൊരു അസിൻക്രണസ് ഫംഗ്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ യൂസർ ഇവന്റ് കംപ്ലീറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പൊ ഓൾറെഡി നമ്മൾ യൂസർ ഇവന്റ് എടുത്തിട്ടുണ്ട്. യൂസർ ഇവന്റ് ഏതായിരിക്കും? ക്ലിക്ക് ഇവന്റ് ആണ് അല്ലെ. ഇവന്റ് പാസ് ചെയ്ത് കൊടുക്കുക. ഇവന്റില് ബട്ടൺ ഏത് എലമെന്റിനെയാണോ നമ്മൾ ആ വെയിറ്റ് ചെയ്യേണ്ടത്, ആ ഇവന്റിനെ വെയിറ്റ് ചെയ്യുക. ഇപ്പൊ യൂസർ ക്ലിക്ക് കംപ്ലീറ്റ് ആയാൽ എക്സ്പെക്ടഡ് റിസൾട്ട് എന്തായിരിക്കും? ഇത് 1ലേക്ക് മാറിയിട്ടുണ്ടാവും. ഇനി ഞാൻ ഇതിന്ന് കോപ്പി ചെയ്തിട്ട് ഡിക്രിമെന്റ് ബട്ടന്റെയും കൂടെ ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ മാറ്റി കൊടുത്തില്ല. ഇനിഷ്യൽ വാല്യൂ അല്ല, റെൻഡർ വിത്ത് ഇൻക്രിമെന്റ് വാല്യൂ ഡിക്രിമെന്റ് വാല്യൂ എന്ന് കൊടുത്തു. ഇനി ഇവിടെ ടെക്സ്റ്റ് ഫസ്റ്റ് കോമ്പോണന്റിനെ റെൻഡർ ചെയ്യുന്നത് അസിൻക്രണസ് ഫംഗ്ഷൻ ആണ്. റെൻഡർ ചെയ്യുക, അതുവരെ സെയിം ആണ്. പിന്നെ ആക്സസ് ചെയ്യുന്ന ബട്ടൺ ഡിക്രിമെന്റ് ബട്ടൺ ആണ്. ഡിക്രിമെന്റ് ബട്ടൺ കൊടുക്കുക. പിന്നെ ഡിക്രിമെന്റ് യൂസർ ക്ലിക്കിൽ ഡിക്രിമെന്റ് ബട്ടൺ പാസ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഇനിഷ്യലി ഇപ്പം എമൗണ്ട് 0 ആണെന്ന് വിചാരിച്ചു. ഇൻക്രിമെന്റ് ബട്ടൺ അതിനെ 1 ആക്കി. അല്ല, നമ്മൾ നേരെ ഡിക്രിമെന്റിനെയാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? ആ 1 എന്നുള്ളത് -1ലേക്ക് പോകൂലേ. അഗൈൻ നമുക്കിത് റൺ ചെയ്യാം. നമ്മുടെ 5 ടെസ്റ്റ് കേസസും പാസ് ആയിട്ടുണ്ട്. അതായത് ഈ ഫയലിലെ 3 എണ്ണവും പ്രീവിയസ് ഫയലിലെ 2 എണ്ണവും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ബേസിക് ആയിട്ട് എങ്ങനെയാണ് ടെസ്റ്റ് കേസസ് എഴുതുന്നത് എന്നാണ് നോക്കിയത്. നമ്മളിപ്പം ജസ്റ്റ് സ്ക്രീനിലെ ടെക്സ്റ്റിനെ ആക്സസ് ചെയ്തിട്ട്, അതായത് ഓരോ എലമെന്റിന്റെയും അതിന്റെ
ടെക്സ്റ്റിനെ അക്സസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇനി നമുക്ക് ഇത് കൂടാതെ ഇപ്പോ മൾട്ടിപ്പിൾ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ ടെക്സ്റ്റ് ഒക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ എപ്പോഴും നമുക്ക് ഈ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ഒരു പ്രൊജക്റ്റിൽ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടല്ലല്ലോ നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ഒരു ആട്രിബ്യൂട്ട് ടെസ്റ്റ് ആട്രിബ്യൂട്ട് കോമ്പോണന്റിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് ഡൈനാമിക് ആയിട്ട് ടെക്സ്റ്റ് ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ മോക്ക് APIs എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോന്റെ റെസ്പോൺസിനെ ബേസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്